കത്ത് ഇന്നലെയാണ് വന്നിരിക്കുന്നത്. തപാൽ വഴിയാണ് താമരശ്ശേരി ബിഷപ്പിന് കത്തെത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: IDFI അറിയിക്കുന്നത്. വിഷയം ഹിജാബ്. സ്ഥലം എറണാകുളം പല്ലുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂൾ. ഇവിടുത്തെ ഹിജാബ് പ്രശ്നം ഞങ്ങളുടെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ, IDFI സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. PFI എന്ന, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാർ. PFI എന്ന സംഘടനയുടെ ആശയം പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അതായത് അവരുടെ ലക്ഷ്യം IDFI. ഈ എഴുത്ത് സ്വാഭാവികമായിട്ടും അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്, അത്ര നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിങ്ങും അല്ല. എന്നാൽ അവസാനം പറയുന്നത് അബ്ദുൾ റാഷിദ് PRO IDFI ഈരാറ്റുപേട്ട എന്നാണ്. ശ്രീ കെനഡി കരിമ്പിൻകാലേ, ഒരു സാധാരണ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയൊരു പൊട്ടബുദ്ധിയായി ഇതിനെ തള്ളിക്കളയാൻ സാധിക്കും? ശ്യാംകുമാർ, വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ പലസ്തീനും ഗാസയുമായിട്ടുള്ള ചർച്ചയിലൊക്കെ എത്ര ചർച്ചയിൽ പങ്കെടുത്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. എത്രയോ ചർച്ചകൾ, എത്രയോ ചാനലുകളിൽ ഞാൻ പങ്കെടുത്തു. നോക്കൂ, ഇതിൻ്റെ ഏറ്റവും ഗൗരവതരമായ വിഷയം ഒരു നേരിട്ട് ഭീഷണി കത്തയക്കാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഏതെങ്കിലും ഏജൻസികൾ അതിന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിലെ ഏതെങ്കിലും നാഴിക്ക് 40 വട്ടം നാവാടുന്ന നേതാക്കന്മാരുടെ നാക്കിറങ്ങിപ്പോയോ? ആരെങ്കിലും അതിനകത്ത് അഭിപ്രായം പറയുന്നുണ്ടോ? ആർക്കെങ്കിലും ഞെട്ടലുണ്ടോ? ഗാസയിലെ വിഷയം പറയുമ്പോൾ ഉമിനീരിറങ്ങാത്തവർക്ക് തൊണ്ടയിൽ കൂടി ഇപ്പം നന്നായിട്ട് ഇറങ്ങുന്നുണ്ടോ? ആരെങ്കിലും ഈ കാര്യത്തിൽ വാതുറക്കുന്നുണ്ടോ? ജനം ചാനൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ ഞാൻ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി പറയട്ടെ. ആരെങ്കിലും സഹായിക്കാനുണ്ടാവും, ആരെങ്കിലും ഞങ്ങളുടെ നിലവിളി ഏറ്റെടുക്കാനുണ്ടാവും, ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരെങ്കിലും ഞങ്ങളുടെ തലയ്ക്ക് വില പറയുന്നവരെ നോട്ടമിടുന്നുണ്ട് എന്നൊരു ബോധ്യം, ഒരു സംരക്ഷണ ഫീൽ അങ്ങനെ തരാനെങ്കിലും ഒരു ചാനൽ മനസ്സ് കാണിച്ചതിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് നന്ദി പറയട്ടെ. ഈ ഒരു വിഷയം വളരെ ഗൗരവപരമായി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അത് എല്ലാ പടിയും കടന്ന് ഭീഷണി രീതിയിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മൾ കണ്ടതാണ് ആഴ്ചകൾക്ക് മുമ്പ് സെൻറ്റ് റീത്താസ് സ്കൂളിൽ എന്താണ് സംഭവിച്ചതെന്ന്. അവിടെ മാസങ്ങളോളം ആ സ്കൂളിലെ എല്ലാ ഡിസിപ്ലിനും പാലിക്കാൻ തയ്യാറായിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തട്ടമിട്ടിറങ്ങിയത് നമ്മൾ കണ്ടു. അതവർ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്ന് ഈ കത്തിനകത്ത് അവർ അവകാശപ്പെടുന്നുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം സത്യം. ഈ ഇതുവരെ എന്തൊക്കെ നമ്മൾ ഭയപ്പെട്ടോ, എന്തൊക്കെ നമ്മൾ പറഞ്ഞോ, അത് ലാൻഡ് ജിഹാദാണെങ്കിലും ലവ് ജിഹാദാണെങ്കിലും നാർക്കോട്ടിക് ജിഹാദാണെങ്കിലും എന്ത് തരം ജിഹാദുകളൊക്കെ പറഞ്ഞോ, ഇതെല്ലാം നമ്മുടെ സംശയങ്ങൾ മാത്രമാണ്, ഇതെല്ലാം നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണെന്ന് ഈ സമൂഹത്തിൽ ആഞ്ഞടിച്ച് നമ്മുടെ വാമൂടിക്കെട്ടാൻ നിന്നിരുന്ന ഒരുത്തനെയും കൺമുന്നിൽ കാണാനില്ല. എവിടെ പോകുന്നു നിങ്ങൾ? ഈ ധൈര്യം ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു? ഞാൻ തുറന്നു പറയട്ടെ, DYFIക്കകത്തും CPM-നകത്തും വരെ നുഴഞ്ഞു കയറിയെന്ന് പാർട്ടി ചർച്ച ചെയ്തു കഴിഞ്ഞു. പാർട്ടിക്കകത്ത് ആ ചർച്ച വന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ കാര്യം പറയേ വേണ്ട. ഞാൻ പേരെടുത്ത് പറയുന്നത് മര്യാദയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവർ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ചിലർ പോലും ഇവരുടെ പിടിയാളാണ്. അയാളെ തൊട്ടാൽ കേരളം ഞെട്ടും, അയാളെ തൊട്ടാൽ ചാനലുകൾ ചർച്ച ചെയ്യും, അയാളെ തൊട്ടാൽ തുടരെ തെളിവുകൾ പല പേജുകളിൽ അടിച്ചു വരും. അയാളെ തൊട്ടാൽ കേരളത്തിലുടനീളം രാത്രി ടയർ കത്തിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തും. കോൺഗ്രസിന്റെ വേറെ ഒരു നേതാക്കിന്റെ ചെവുക്കുറ്റിക്ക് അടിച്ചു നോക്ക്, ഇവിടെ ഒരു പ്രകടനവും നടക്കുകയില്ല. ഒരാൾക്കെതിരെ നടന്നപ്പോൾ കണ്ടു നമ്മൾ അങ്ങനെ പലതും കാണുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും സംശയമാണെന്ന് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നു. സംശയത്തിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. ഇന്നും നമ്മളെ കുടുംബത്തിനകത്ത് കയറി അടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഈ സമൂഹത്തിന് ഇത് നോക്കിയിരിക്കാനാവില്ല, ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനം വരുമ്പോൾ അവിടെയാണ് കേരളത്തിൽ പരാജയപ്പെടുന്നത്. കാരണം നാളിതുവരെ ഇവിടെ ഭരണം കൈയാളുന്നത് LDF UDF മുന്നണികളാണ്. ആ LDF UDF മുന്നണിയിൽ ഞാൻ ഇതിനു മുമ്പും പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഞാൻ അടങ്ങുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം വർഷങ്ങളായി ഞങ്ങൾ UDFന് ഇങ്ങനെ കുത്തി ശീലിച്ചതാണ്. ആ കുത്തലാണ് ഇതിലേക്ക് ഇവരെ വളർത്തിയത്. കാരണം ഇവർ കുത്തിക്കോളും, ഇവർ നാളെ കുത്തിക്കോളും. ഇപ്പോഴും ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫോറം, ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു നീക്കം, അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് വേണ്ടി പരസ്യമായി പറയാൻ 1-2 ബിഷപ്പുമാർ ഞാൻ അഭിമാനിക്കുന്നു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്,
ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തറയിലിന്റെ പേര് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പാമ്പളാനി പിതാവിന്റെ പേര് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ 1-2 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് 10-60 ബിഷപ്പുമാരുണ്ട് ഞങ്ങളുടെ സിനഡിൽ. എവിടെ ബാക്കി എല്ലാവരും? എവിടെ? എല്ലാവരുടെയും നാവ് എവിടെ പോകുന്നു? ആർക്ക് വേണ്ടിയാണ് ഈ മൗനം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മൂടുപടമണിയുന്നത്? ഇനി ശബ്ദിക്കണം. ഞങ്ങളുടെ സമൂഹത്തിന്റെ, ഞങ്ങളുടെ അധ്യാത്മ നേതാക്കളാണെങ്കിൽ, ഞങ്ങളുടെ ബിഷപ്പുമാരാണെങ്കിൽ, ഞങ്ങളുടെ സിനഡ് പ്രതിനിധികളാണെങ്കിൽ, ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങൾക്ക് വേണ്ടി പറയുന്നില്ല, പിന്നെ ആർക്ക് വേണ്ടി പറയും? ഇനി ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ശബ്ദിക്കണം, സംഘടിക്കണം. ഇതിനെതിരെ പ്രതികരിച്ചാവൂ. സർക്കാർ ഇത് ഇടപെടുകയും അന്വേഷിക്കുകയും ഈ തെമ്മാടികളെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, സെൻട്രൽ ഗവൺമെന്റിന് ഒന്നുകൂടി പറഞ്ഞോളൂ, പൂർത്തിയായിക്കോളൂ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, സെൻട്രൽ ഗവൺമെന്റിനോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. വെറും SDPI, വെറും പോപ്പുലർ ഫ്രണ്ട്, ഇപ്പൊ പറഞ്ഞ കണക്ക് എന്തോ ഡിഫൻസ് അക്കാഡമിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് നിർത്താതെ CPM-ന്റെ ഓഫീസുകളിലും കോൺഗ്രസിന്റെ DCC-കളിലും വരെ അന്വേഷണം കടന്നു ചെയ്യണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് അവിടെ ചെല്ലണം. അവിടെ റെയ്ഡ് നടക്കണം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണണം. മദ്രസകളിലും റെയ്ഡ് നടക്കണം. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ, നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം, മദ്രസകളാണ് ആയുധ കലവറകൾ. ഒരു മര്യാദയും ഇനി കാര്യത്തിൽ കാണിക്കണ്ട. ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന മതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കരുത്. മടിച്ചാൽ ഇനി ഒരു ബാക്കിയുള്ള സമൂഹം ബാക്കിയുണ്ടാവില്ല. ശാംബാവു, ബാക്കിയുണ്ടാവില്ല. പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെന്നഡി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ തേനും പാലും കൊടുക്കുകയാണ് ഇപ്പോഴും.